സോ ഹലോ ഗൈസ് വൺസ് അഗെയിൻ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതിന് മുന്നേ ചെയ്തൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്താ പറയുക, പെയ്ഡ് കൊളാബറേഷൻ നോൺ പെയ്ഡ് കൊളാബറേഷൻ നമ്മളൊരു ഡിഫറൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വേറൊരു കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ട് അതിൽ. അതായത് ഈ കൊളാബറേഷൻ ചെയ്യുന്ന ടൈമിൽ ശ്രദ്ധിക്കേണ്ട ഒരു 2-3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയാണ് ഇന്നൊരു വീഡിയോ ചെയ്യുന്നത്. ഫസ്റ്റ്ലി വരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ന്യൂ ഫേസിനെ ചൂസ് ചെയ്യാണ്ടിരിക്കുക. കാരണം വേറെ ഒന്നുമല്ല, നിങ്ങൾ ഇൻസ്റ്റഗ്രാം നല്ലപോലെ യൂസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കുമല്ലോ. നിങ്ങൾക്ക് കയറി കഴിഞ്ഞാൽ അറിയാം, ഒരു നോർമൽ അക്കൗണ്ടുള്ള ഒരു വ്യക്തിയും അതുപോലെ തന്നെ ഒരു കണ്ടൻറ് ക്രിയേറ്റർ, അതായത് നല്ലപോലെ വ്യൂവേഴ്സ് ഉള്ള, ഫോട്ടോസിനും വീഡിയോസിനൊക്കെ നല്ലപോലെ വ്യൂവേഴ്സ് ഉള്ള അല്ലെങ്കിൽ നല്ലപോലെ ഫോളോവേഴ്സ് ഉള്ള, അത്യാവശ്യം നല്ലപോലെ ആൾക്കാർ അറിയുന്ന ഒരു ഫേസ് ഉള്ള ഒരു വ്യക്തിയുടെ അക്കൗണ്ടും ഒരു ന്യൂ അക്കൗണ്ടും തമ്മിലുള്ള, ഒരു നോർമലി യൂസ് ചെയ്യുന്ന ഒരു അക്കൗണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഈവൻ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ടൻറ് ക്രിയേറ്റർ അക്കൗണ്ടിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രൊമോഷൻസ് കാണും, ഒരുപാട് പ്രോഡക്റ്റിൻ്റെ റിവ്യൂസ് കാണും, ഒരുപാട് കൊളാബറേഷൻസ് കാണും. അതുപോലെ ആയിരിക്കില്ല ഒരു സാധാരണ അക്കൗണ്ട് യൂസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച്. നല്ല ഡിഫറൻസ് ഉണ്ടായിരിക്കും. കാരണം എന്താണ്, ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ പോലും ഒരു മാർക്കറ്റിൽ എത്തിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു റിവ്യൂ പറയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, കൂടുതൽ ആൾക്കാർ കാണണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കണ്ടൻറ് ക്രിയേറ്ററിൻ്റെയോ അല്ലെങ്കിൽ അത്യാവശ്യം നല്ല ഫെയിമായിട്ട് നിൽക്കുന്ന ഒരാളെയോ കൊളാബറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുള്ളൂ. സാധാരണ ഒരു അക്കൗണ്ട് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ സാധാരണ ഒരാളെ സംബന്ധിച്ചിടത്ത് അത്ര വ്യൂസ് കിട്ടണം എന്ന് നിർബന്ധമില്ല, അത്ര ആൾക്കാർ കാണണം എന്ന് നിർബന്ധമില്ല. പക്ഷെ അതുപോലെയല്ല ഒരു കണ്ടൻറ് ക്രിയേറ്റർ അല്ലെങ്കിൽ ഒരു ഫെയിമായിട്ട് നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ച്. അവർക്ക് ഈ ഒരു പ്രോഡക്റ്റ് അവരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരതിനെപ്പറ്റി റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരിലേക്ക് എത്തും, ഒരുപാട് ആൾക്കാർ കാണും. സോ അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ട് മാക്സിമം അത്യാവശ്യം നല്ല ഫോളോവേഴ്സുള്ള, നല്ല റീച്ചുള്ള, നല്ല ഫെയിമായിട്ട് നിൽക്കുന്ന ഒരാളെ നിങ്ങൾ മാക്സിമം അപ്രോച്ച് ചെയ്യാൻ വേണ്ടി നോക്കുക. രണ്ടാമത് വന്നിട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ മാക്സിമം ഡിമാൻഡ് ചെയ്യാതിരിക്കാൻ നോക്കുക. നിങ്ങൾ നോൺ പെയ്ഡ് കൊളാബറേഷനാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഡിമാൻഡ് ചെയ്യാണ്ടിരിക്കാൻ നോക്കുക. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ ഞാനൊരു മോഡലിനെ അപ്രോച്ച് ചെയ്യുന്ന ടൈമിൽ ഞാൻ ആ മോഡലിൻ്റെ അടുത്ത് പറയുന്നത് ഞാൻ പെയ്ഡ് കൊളാബറേഷനാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ ഇത്ര പേയ്മെൻറ്റ് തരാം, സോ എനിക്ക് ഇന്ന ദിവസം ഇത്ര ഷൂട്ടാണ്, ഇത്ര കോസ്റ്റ്യൂമിൽ ഇത്ര ലൊക്കേഷനിൽ വെച്ചിട്ടായിരിക്കും ഷൂട്ട് ചെയ്യുന്നത്, ഇത്ര ദിവസത്തിനുള്ളിൽ എനിക്ക് ഔട്ട് വേണ്ടതാണ് എന്ന് എനിക്ക് ആളുടെ അടുത്ത് ഡിമാൻഡ് ചെയ്യാം. കാരണം എന്താണ്, ഞാനൊരു ഇത്ര പേയ്മെൻറ്റ് ഞാൻ ആ മോഡലിന് വേണ്ടി കൊടുക്കുന്നുണ്ട്. പക്ഷേ അതുപോലെയല്ല ഒരു നോൺ പെയ്ഡ് കൊളാബറേഷൻ എന്ന് പറയുന്നത്. അവിടെ എന്ന് പറഞ്ഞാൽ ചിലപ്പം അവർ നേരത്തെ വേറെ പെയ്ഡ് കൊളാബറേഷൻ പിടിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും, വേറെ പെയ്ഡ് പ്രൊമോഷൻസ് ഒരുപാട് ചെയ്യുന്നുണ്ടായിരിക്കും. സോ അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ട് ഒരുപാട് പ്രോഗ്രാം കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ അപ്പോൾ അങ്ങനെ ഉള്ളപ്പോഴത്തേനും അവരുടെ ആ പ്രോഗ്രാംസിനല്ല അവർ ചെയ്യുന്ന കാര്യത്തിന് വാല്യൂ കൊടുക്കുക. കാരണം എന്താണ്, അവർ ഓൾറെഡി പെയ്ഡ് പ്രൊമോഷൻ അല്ലെ പെയ്ഡ് കൊളാബറേഷനാണ് ചെയ്യുന്നത്. നമ്മൾ നോൺ പെയ്ഡ് പ്രൊമോഷൻസ് അല്ലെ പെയ്ഡ് കൊളാബറേഷൻസ് ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ട് അവർ ഫ്രീ ആകുന്ന ഒരു ടൈമിൽ മാത്രമേ ഉള്ളൂ നമുക്ക് അവരുടെ അടുത്ത് ഇത് ചെയ്യാമോ എന്ന് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരിക്കലും അവരുടെ അടുത്ത് ഡിമാൻഡ് ചെയ്യാണ്ടിരിക്കുക. മൂന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് മാക്സിമം വാല്യൂ കൊടുക്കുക. മാക്സിമം വാല്യൂ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ എന്താ പറയുക, ഞാനൊരു കണ്ടൻറ് ക്രിയേറ്ററാണ്, എനിക്കൊരു പ്രോഡക്റ്റ് വന്നു, അപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ട് ഇതാണ് സംഭവം, ഇത്രയുള്ള സംഭവം എന്നൊക്കെ പറഞ്ഞ് മൊത്തം ഒന്ന് കാണിച്ച് അങ്ങനെ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം എന്താ പറയുക, ആ ഒരു പ്രോഡക്റ്റ് അത്രയും ആൾക്കാർ കാണണം നിർബന്ധമില്ല, ആ പ്രോഡക്റ്റിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽ അറിയണം നിർബന്ധമില്ല, ഒന്നുമില്ല. സോ നമ്മൾ ചെയ്യേണ്ടത് എന്നാന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് കിട്ടിയാൽ, അല്ലെങ്കിൽ ഇപ്പം നിങ്ങളാണ് ഒരു എന്താ പറയുക ഒരു കണ്ടൻറ് ക്രിയേറ്റർക്ക് അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റിന് നിങ്ങളൊരു പ്രോഡക്റ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ആ പ്രോഡക്റ്റിനെ വാല്യൂ ചെയ്തിട്ടുള്ള വീഡിയോ, അല്ലെങ്കിൽ നിങ്ങളാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മാക്സിമം ആ പ്രോഡക്റ്റിനെ അല്ലെങ്കിൽ എന്താണോ നിങ്ങൾക്ക് കൊളാബറേറ്റ് ചെയ്യാൻ കിട്ടുന്നത് അതിനെ മാക്സിമം വാല്യൂ കൊടുത്ത് നിങ്ങൾ കാണിക്കുക. അങ്ങനെ കാണിച്ചു കഴിഞ്ഞാലേ ഉള്ളൂ അവർക്കും ഇഷ്ടപ്പെടുകയുള്ളൂ. അതുപോലെ തന്നെ പുതിയ പ്രോഡക്റ്റ് ആണെങ്കിലും ശരി, പുതിയ കൊളാബറേഷൻസ് ആണെങ്കിലും ശരി, പ്രൊമോഷൻസ് ആണെങ്കിലും ശരി നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ട് നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ പ്രൊമോഷൻസ് ആണെങ്കിലും ശരി, കൊളാബറേഷൻസ് ആണെങ്കിലും ശരി, എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന് മാക്സിമം വാല്യൂ കൊടുത്ത് നിങ്ങൾ ചെയ്യുക. അങ്ങനെ ഇതുപോലെ തന്നെ 1-2-3 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതുള്ളൂ. അപ്പോൾ ഇതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വന്നത്. സോ അപ്പം വീഡിയോ കണ്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്തേക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.